അഞ്ചാമത്തെ യൂണിറ്റിലെ മൊത്തം 3 ചാപ്റ്ററുകളാണ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. ഒന്നാമതായിട്ട് പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് എന്ന് പറഞ്ഞുള്ള ഒരു 1 ആക്ട് പ്ലേ ഉണ്ടായിരുന്നു. രണ്ടാമതായിട്ട് ദിസ് ഈസ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് എന്ന് പറഞ്ഞുള്ള ഒരു പോം ഉണ്ടായിരുന്നു. ഏറ്റവും അവസാനമായിട്ട് ക്രൈം ആൻഡ് പണിഷ്മെന്റ് എന്ന് പറഞ്ഞുള്ള ഒരു ഷോർട്ട് സ്റ്റോറി ഉണ്ടായിരുന്നു. നമുക്ക് ഇതിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എന്താണെന്നുള്ളതും എന്ത് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാലും എഴുതാൻ പറ്റുന്ന അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റുന്ന കുറച്ച് എക്സാം പോയിന്റുകളും ഞാൻ കാണിച്ചുതരാം. ഒന്നാമതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ R.H. വുഡിന്റെ 1 ആക്ട് പ്ലേ ആണ്. ഈ പേരുകളൊക്കെ പഠിച്ചു വെക്കുന്നത് ബുദ്ധിയാണ്. കാരണം ഒരു മാർക്കിനൊക്കെ ഇത് ചിലപ്പോൾ ചോദിക്കാം. ചിലപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും ഒരു വരികളോ എന്തെങ്കിലുമൊക്കെ തന്നിട്ട് ഇത് ആരാണ് എഴുതിയതെന്നുള്ളതൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ R.H. വുഡ് എന്നുള്ള പേര് ആദ്യം ഒന്ന് ഓർത്ത് വെക്കാം. ഇതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ്. നമ്മുടെ ഈ ഒരു ഫോറിനറുടെ ക്ലോക്ക് വെള്ളത്തിലിടുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു ബോംബ് കണ്ടെത്തി എന്നുള്ളത് അല്ലെങ്കിൽ ഒരു കെയോസ് ഉണ്ടായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. നോട്ടീസ് ചോദിക്കാൻ ചാൻസ് ഇല്ല, പക്ഷെ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ചാൻസ് കുറവാണ്. നമ്മുടെ ലേഡി അസിസ്റ്റന്റിന്റെ ക്യാരക്ടർ സ്കെച്ച്, ബ്ലോഗ് പോസ്റ്റ്, ചിലപ്പോൾ ഒരു അപ്പോളജി ലെറ്റർ, അതായത് നമ്മുടെ ഈ ഒരു ഫോറിനർക്ക് അയക്കുന്ന ഒരു അപ്പോളജി ലെറ്റർ ചോദിക്കാം, പാരഗ്രാഫ് റൈറ്റിംഗ്. ഇത്രയാണ് സാധാരണഗതിയിൽ ചോദിക്കാറുള്ളത്. ഈ ചാപ്റ്ററിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത് കുറവാണ്. സാധാരണഗതിയിൽ ഒരു 4 മുതൽ 8 മാക്സിമം ആണ് ഇതൊന്ന് ചോദിച്ച് കാണാറുള്ളത്. ഒരു ആവറേജ് പറയുകയാണെങ്കിൽ ഒരു 6 മാർക്ക്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഒരു A+നൊക്കെയാണ് നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ വെറുതെ കളയേണ്ട, ഇത്രയും പോയിന്റ്സ് ഒന്ന് പഠിച്ചു വെക്കാം. ഇറ്റ് ഈസ് എ ഫണ്ണി 1 ആക്ട് പ്ലേ. ഇതിൻ്റെ ഒരു ടോൺ നോക്കുകയാണെങ്കിൽ ഒരു തമാശയാണ് ശരിക്കും പറയുന്നത്. അത്ര സീരിയസ് ആയിട്ട് നമ്മൾ കാണണ്ട. ഐ മീൻ ചാപ്റ്ററിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് കേട്ടോ. ഇതിൻ്റെ ഒരു ടോൺ അത്ര സീരിയസ് അല്ല, വളരെ ഫണ്ണി ആയിട്ടാണ്, ഹ്യൂമറസ് ആയിട്ടാണ് പറയുന്നത്. സീൻ ഇസ് സെറ്റ് ഇൻ എ പോസ്റ്റ് ഓഫീസ് ബിഫോർ ക്രിസ്മസ്. അതായത് ഈ ക്രിസ്മസിന് തൊട്ട് മുന്നോടിയായിട്ട് ഒരു പോസ്റ്റ് ഓഫീസിൽ നടക്കുന്ന തിരക്കുകളെ കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്റർ നമുക്ക് കാണാൻ പറ്റുന്നത്. അവിടെ ഒരു അസിസ്റ്റന്റ് ഉണ്ട്, അതായത് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു അസിസ്റ്റന്റ് ഉണ്ട്, ഒരു ലേഡി അസിസ്റ്റന്റ്. കീപ്സ് ടെല്ലിങ് പീപ്പിൾ ടു പോസ്റ്റ് ഏർലി. അപ്പോൾ ആളുകളോടൊക്കെ അവിടെ ഒരു പോസ്റ്ററും കൊടുത്തിട്ടുണ്ട്, പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ്. ഈ തിരക്കുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നേരത്തിനും കാലത്തിനും അയക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്ററും കാണാൻ പറ്റും. മിസ് സ്മിത്ത് ഇസ് കെയർഫുൾ ആൻഡ് പൊളൈറ്റ്. ഒന്നാമതായിട്ട് നമ്മൾ കാണുന്ന ക്യാരക്ടറാണ് മിസ് സ്മിത്ത്. രണ്ടാമത്തെ ക്യാരക്ടർ ദ ഡെഫ് ഓൾഡ് ജെന്റിൽമാൻ മിസ്അണ്ടർസ്റ്റാൻഡ്സ് എവറിത്തിങ്. അതായത് എന്താ പറയാ, എല്ലാം തെറ്റിച്ച് കേൾക്കുന്ന മറ്റൊരു ക്യാരക്ടറാണ് ഈ ഡെഫ് ഓൾഡ് ജെന്റിൽമെൻ എന്ന് പറയുന്നത്. എല്ലാം മൂപ്പര് തെറ്റിച്ചാണ് കേൾക്കുന്നത്. അപ്പോൾ ക്യാറ്റ് എന്ന് പറയുമ്പോൾ അയാൾ ഹാറ്റ് എന്നായിരിക്കും കേൾക്കുന്നുണ്ടാവുക. അപ്പോൾ എല്ലാം അയാൾ മാറിയാണ് കേൾക്കുന്നത്. ദ ഓൾഡ് ലേഡി കംസ് ഫോർ ദ റോങ് പ്ലേസ് ബൈ മിസ്റ്റേക്ക്. അതായത് ഒരു ഫസി ഓൾഡ് ലേഡി എന്ന് പറഞ്ഞ മറ്റൊരു ക്യാരക്ടറുണ്ട്. ഈ ഫസി ഓൾഡ് ലേഡി ഈ പൂച്ചനെ എന്താ പറയുക വെറ്ററിനറി ഹോസ്പിറ്റലിലേക്ക്, അതായത് മൃഗാശുപത്രിയിലേക്ക് കൊണ്ടുവരുന്ന വഴി അത് മൃഗാശുപത്രിയാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് നമ്മുടെ പോസ്റ്റ് ഓഫീസിലേക്ക് വരുന്നത്. അത് മറ്റൊരു ക്യാരക്ടർ. ഇനി ഫാർമർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്. സ്പ്രെഡ്സ് ഫിയർ ബൈ ടോക്കിംഗ് അബൌട്ട് എ ബോംബ്. അതായത് ഇതുപോലൊരു പോസ്റ്റ് ഓഫീസിൽ ബോംബ് ഉണ്ടായിരുന്നു, ബോംബ് കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു, അവിടെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പോസ്റ്റ് ഓഫീസിലും ആളുകളെ പേടിപ്പിച്ചിട്ടുള്ള മറ്റൊരു ക്യാരക്ടറാണ് ഫാർമർ എന്ന് പറയുന്നത്. മറ്റൊന്നാണ് ബേർട്ടി ആൻഡ് ബേർട്ടിയുടെ മോനായിട്ടുള്ള ഒരു നോട്ടി സൺ. അതായത് ബേർട്ടി ആഡ്സ് മോർ കൺഫ്യൂഷൻ വിത്ത് ഹിസ് നോട്ടി ബിഹേവിയർ. ബേർട്ടി ആണ് അവിടെ കുറേ കുറുമ്പ് കാണിക്കുന്ന മറ്റൊരു ക്യാരക്ടർ. പിന്നെ ദ ഫോറിൻ ടൂറിസ്റ്റ് പാർസൽ ഇസ് മിസ്റ്റേക്കൺ ഫോർ എ ടൈം ബോംബ്. ഇതിൽ ഒരു ഫോറിൻ ടൂറിസ്റ്റ് വരുന്നുണ്ട്. ആ ഫോറിൻ ടൂറിസ്റ്റ് പാർസൽ അയക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ്റെ ഒരു ഏകദേശം രൂപഭാവവും പുള്ളിക്കാരൻ്റെ ആ ഒരു സംസാര രീതിയൊക്കെ കണ്ടിട്ട് ആളുകൾ തെറ്റിദ്ധരിച്ചു അതൊരു ബോംബായിരിക്കും എന്നുള്ളത്. പക്ഷേ അത് ആക്ച്വലി ഒരു സ്വിസ് ക്ലോക്ക് ആയിരുന്നു. ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സ്വിസ് ക്ലോക്ക് ആയിരുന്നു. പക്ഷെ ആളുകൾ തെറ്റിദ്ധരിച്ചിട്ട് പോലീസുകാരൊക്കെ വിളിച്ച് പോലീസുകാർ വെറുതെ ആ ഒരു ക്ലോക്ക് കൊണ്ടുപോയിട്ട് ഒരു വെള്ളത്തിലൊക്കെ ഇട്ട് ആകെ പ്രശ്നമായി. ദ പ്ലേ ക്രിയേറ്റ്സ് ഹ്യൂമർ ത്രൂ കൺഫ്യൂഷൻ ആൻഡ് മിസ്അണ്ടർസ്റ്റാൻഡിങ്. അതായത് ഒരു തിരക്ക് പിടിച്ച സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ആളുകൾ സമയത്തിനും കാലത്തിനും അവരുടെ പാർസൽസ് അയച്ചില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഒരു പോസ്റ്റ് ഓഫീസിൽ ഉണ്ടാകുന്ന ഒരു കെയോസ്, ഒരു ബഹളമൊക്കെയാണ് ഈ ഒരു 1 ആക്ട് പ്ലേയിൽ വളരെ രസകരമായിട്ട് കാണിച്ചിരിക്കുന്നത്. സോ ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. സോ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ പഠിക്കണം. ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ളതും നിങ്ങളൊന്ന് ഉറപ്പുവരുത്താം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഈ ഒരു യൂണിറ്റിൽ നിന്നുള്ള രണ്ടാമത്തെ ചാപ്റ്റർ ആയുള്ള ദിസ് ഇസ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് ലിറ്റിൽ ബിറ്റ് എന്ന് പറഞ്ഞ ഓഗ്ഡൻ ആഷിന്റെ പോയം നമുക്ക് അടുത്തായിട്ട് നോക്കാം. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് അടിക്കുക. ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നു തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.